മൾട്ടിപർപ്പസ് ടോർച്ചാണ്. കാണുമ്പോൾ വളരെ ചെറുതും ഒക്കെ ആണെങ്കിൽ കൂടി ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു റീഡിങ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഒരു ലെൻസുള്ള ഒരു LED ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. കാണുമ്പോൾ സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അതിൻ്റെ ലൈറ്റിൻ്റെ പവർ നമുക്ക് ഒന്നും കൂടി നോക്കാം. ലൈറ്റിൻ്റെ പവർ ഭയങ്കര പവറാണ് അതിന്. ഉണ്ടോ, ഭയങ്കര പവറാണ് അതിൻ്റെ ലൈറ്റിന്. ഇതന്നെ നമുക്ക് ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് ചെയ്തും യൂസ് ചെയ്യാം, സൂം ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ വൈഡായിട്ട് കിട്ടും നമുക്ക് അതിൻ്റെ പവർ. എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് യൂസ് ചെയ്ത് കിട്ടും. പോയിൻ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിൻ്റ് ചെയ്യാം നമുക്കതിന്. ഓക്കെ, അതങ്ങനെ ഒരു യൂസാണത്. പിന്നെ ഇതിൻ്റെ വേറൊരു മോഡാണത്, ബ്ലിങ്ക് ചെയ്യാം നമുക്ക്. ബ്ലിങ്കിങ് ഉണ്ടോ, ബ്ലിങ്കിങ് മോഡാണത്. നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ബ്ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യിപ്പിച്ചാൽ മതി. നല്ല പവറായിട്ടുള്ളത്. നമുക്ക് രാത്രിയാകുമ്പോൾ അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നമുക്ക് അപ്ലൈ മനസ്സിലാവുള്ളൂ. അതുമാതിരി വേറൊരു മോഡാണ് റീഡിങ് മോഡാണത്. കണ്ടോ, നല്ല രസമായിട്ടുള്ള റീഡിങ് മോഡ് വന്നിട്ടുണ്ട്. റീഡിങ്ങിൻ്റെ നല്ല പവറാണ് അതിന്. റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും അത് നന്നായിട്ട്. 2-3 യൂസ്ഫുൾ ആയിട്ടുള്ള മോഡുകളും ഇതൊക്കെ തന്നിട്ടുണ്ട്. ചാർജിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഷ്ടി ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യും, യാതൊരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ കാണുന്ന മാതിരിയല്ല പ്രൊഡക്റ്റ്, നല്ല യൂസ്ഫുള്ളാണത്. കാരണം ഹാൻഡിയാണ്, നമുക്ക് കൈ പിടിച്ചു കഴിഞ്ഞ സാധനം എങ്ങനെയെന്ന് അറിയില്ല, നന്നായിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുമാതിരി നമുക്ക് ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്. റീപ്ലേസ്മെൻറ്റിൻ്റെ ഒന്നും കാര്യത്തിലൊന്നും വന്നിട്ടില്ല. അതിന് മുകളിൽ ഇതായിട്ടുള്ള ഗ്യാരണ്ടി ഉള്ളതൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് വാങ്ങുക, യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു 250 റുപ്പീസിൻ്റെ ഒരു കാര്യമുള്ളൂ. പ്രൊഡക്റ്റ് നന്നായിട്ട് തോന്നി, അപ്പോൾ ആമസോണിൽ ബുക്ക് ചെയ്തതാണ്. അത് ഓരോരോ സൈറ്റിൽ ഓരോരോ വിലയാണ് അതിൻ്റെ പ്രൈസ് വേരി ആവുന്നുണ്ട്. അപ്പോൾ ഏതിലാണ് നമുക്ക് ചീപ്പായിട്ട് കിട്ടുക വെച്ചാൽ ചീപ്പായിട്ടുള്ള ഇതായിട്ട്, പക്ഷേ ക്വാളിറ്റി ഒന്ന് നോക്കുക. ജസ്റ്റ് നല്ല അതിൻ്റെ സ്റ്റാർ റേറ്റിങ്ങും അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ല കാണാനും ഒക്കെ ക്യൂട്ടാണ്. പക്ഷേ അതിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നന്നായിട്ടുണ്ട്. ഓക്കെ, 2-3 മോഡ്സ് ഉണ്ട്, ഇതായിട്ടുള്ള മോഡ്സ് എല്ലാം. ഓക്കെ, നോക്കുക, വാങ്ങിക്കുക. അതിൻ്റെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്ന് നോക്കിയിട്ട് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്സ്.